عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണക്കടലായ പടച്ച റബ്ബ് അവൻ്റെ കരുണ കൊണ്ട്, അവൻ്റെ ഔദാര്യം കൊണ്ട് അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരിക്കാൻ കാരുണ്യവാനായ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അല്ലാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി സന്തോഷവും സമാധാനവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ദിനം പോലും ഹദീസ് മുടങ്ങാതെ പഠിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ മരിക്കുന്ന സമയം ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം കണ്ടു മരിക്കാൻ അല്ലാഹു അവർക്കും നമുക്കും എല്ലാവർക്കും അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് അബീ ഖതാദ റളിയല്ലാഹു തആല അൻഹു ഖാല സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ സർറഹു അൻ യുൻജിയഹു അല്ലാഹു മിൻ കുർബി യൗമിൽ ഖിയാമ ഫൽയുനഫിസ് അൻ മുഅ്സിരിൻ ഔ യളഉ അൻഹു. മഹാനായ അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു, ഖിയാമത്ത് നാളിന്റെ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു തന്നെ രക്ഷപ്പെടുത്തണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നു എങ്കിൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഭയാനകമായ പരലോകം, ആ ഭയപ്പെടുത്തുന്ന മഹ്ശറ, സഹായിക്കാൻ ആരുമില്ലാത്ത ആ ഭയാനകമായ നാളിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് അല്ലാഹു അവന്റെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണമെന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, അവിടെ രക്ഷപ്പെടണമെന്ന് അവന് മോഹമുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ് തനിക്ക് കടമോ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തന്ന ഒരു മനുഷ്യന് സാധുവിന് താമസം ചെയ്തു കൊടുക്കുകയോ അല്ലെങ്കിൽ അവന്റെ മുഴുവൻ കടമോ അതിൽ കുറച്ചു ഭാഗമോ എങ്കിലും മാപ്പ് ചെയ്തു കൊള്ളട്ടെ എന്ന് മഹാനായ നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാധുക്കളോട് കരുണ കാണിക്കാനാ പറഞ്ഞത്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നിനക്ക് രക്ഷപ്പെടണം, അല്ലാഹു നിന്നെ സഹായിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? കടം കൊടുത്തവർ നിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയത്, ആ കടം വാങ്ങിയതിൽ പാപപ്പെട്ടവർക്ക് നീ എന്ത് ചെയ്യണം? ഒന്നുകിൽ അത് മുഴുവനായിട്ട് നീ വിട്ടുകൊടുക്കണം, നീ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. ഇല്ലെങ്കിൽ അതിന്റെ പകുതിയെങ്കിലും അവരോട് നീ കരുണ കാണിക്ക്, അവരോട് നീ മയമായ രീതിയിൽ പെരുമാറ്. എങ്കിൽ നാളെ ഭയാനകമായ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് നിന്നോട് കരുണ കാണിക്കും, നിന്നോട് പരിഗണന നൽകും, നിന്നെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്നാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഹുദൈഫത്ത് റളിയല്ലാഹു തആല അൻഹു ഖാല സമിഅതു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്ന റജുലൻ കാന ഫീമൻ കാന ഖബ്ലകും അതാഹു മലക്കൻ ലിയഖ്ബില റൂഹഹു ഫഖീല ലഹു ഹൽ അമിൽതും മിൻ ഖൈരി ഖാല മാ അഅലമു ഖീല ലഹു ഉൻദുർ ഖാല മാ അഅലമു ശൈഅൻ ഗൈറ അന്നി കുന്തു ഉബായിഉ الناس في الدنيا وأجازيهم فانظر الموسر وأتجاوز عن المعسر فأدخله الله الجنة. മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഒരിക്കൽ പറഞ്ഞു, മുൻഗാമികളായ സമുദായത്തിൽ ഒരാളുണ്ടായിരുന്നു, അയാളുടെ റൂഹ് പിടിക്കുന്നതിന് മലക്കുകൾ വരികയും അദ്ദേഹത്തിന്റെ റൂഹ് പിടിച്ചതിന് ശേഷം അയാൾ ഈ ലോകത്ത് നിന്ന് പരലോകത്തേക്ക് യാത്രയാവുകയും ചെയ്തപ്പോൾ അയാളോട് ചോദിക്കപ്പെട്ടു, നീ ദുനിയാവിൽ എന്തെങ്കിലും സൽക്കർമ്മം ചെയ്തിരുന്നോ? അയാൾ പറഞ്ഞു, എന്റെ അറിവിൽ ഒരു സൽക്കർമ്മവും ഞാൻ ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാ, മുൻഗാമികളിൽപ്പെട്ട ഒരു മനുഷ്യന്റെ റൂഹ് പിടിച്ചുകൊണ്ട് മലക്കുകൾ പരലോകത്തേക്ക് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് പോകുന്ന സമയത്ത് ആ മനുഷ്യനോട് മലക്കുകൾ ചോദിച്ചു, നീ ദുനിയാവിലെ നിന്റെ ജീവിതത്തിൽ നീ എന്തെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്തിരുന്ന? മനുഷ്യൻ അവിടെ നിന്ന് മറുപടി പറഞ്ഞു, എന്റെ അറിവിൽ ഞാൻ ഒരു നന്മയും ചെയ്തിട്ടില്ല, ഒരു സൽക്കർമ്മവും ചെയ്തിട്ടില്ല. അയാളോട് പറയപ്പെട്ടു, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, കഴിഞ്ഞുപോയ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സൽക്കർമ്മം നിങ്ങൾ ചെയ്തിരുന്നോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. അവിടെ നിന്നൊന്ന് ആലോചിക്കും, അവിടെ നിന്ന് വിചാരണ ചെയ്തു നോക്കാൻ അദ്ദേഹത്തോട് മലക്കുകൾ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, എന്റെ അറിവിൽ ഒരു
ഒരു നന്മയുമില്ല. എന്നാൽ ഞാൻ ദുനിയാവിലെ ജനങ്ങളുമായി ക്രിയവിക്രയങ്ങൾ നടത്തിയിരുന്നു, കച്ചവടങ്ങളും സാമ്പത്തിക ഇടപാടുകളും ഞാൻ ജനങ്ങളുമായിട്ട് നടത്തിയിരുന്നു. സമ്പന്നർക്ക് ഞാൻ താമസം ചെയ്തു കൊടുക്കുകയും ദരിദ്രർക്ക് ഞാൻ കടം മാപ്പാക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ആ മനുഷ്യൻ പറയുകയാ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റൂഹ് പിടിച്ചിട്ട് കൊണ്ടുപോകുന്ന വഴിയിൽ അള്ളാഹുവിന്റെ മലക്കുകൾ ഈ മനുഷ്യനോട് ചോദിച്ചു, നീ നിന്റെ ജീവിതത്തിൽ, ദുനിയാവിലെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം നീ ചെയ്തിട്ടുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, ഒരു സൽക്കർവും എന്റെ ജീവിതത്തിലില്ല. മലക്കുകൾ പറഞ്ഞു, ഇല്ല, നീ ആലോചിച്ചു നോക്ക്, എന്തെങ്കിലും ഒരു നന്മ നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ എന്ന്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ മനുഷ്യൻ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഒരു കാര്യം, ഞാൻ സാമ്പത്തിക ഇടപാടുകൾ, ക്രയവിക്രയങ്ങൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങളുമായിട്ട് നടത്താറുണ്ട്. സമ്പന്നന്മാർക്ക് ഞാൻ എന്തു ചെയ്യും? അവർക്ക് താമസം ചെയ്തു കൊടുക്കും. അവർ സമ്പന്നന്മാർക്ക് ഞാൻ താമസം ചെയ്ത് കിട്ടാനുള്ള കാശ് കിട്ടുന്നതിന് വേണ്ടി ഒരല്പം സാവകാശം സമ്പന്നന്മാർക്ക് വേണ്ടി ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷേ പാവങ്ങളുണ്ടല്ലോ, ദരിദ്രരുണ്ടല്ലോ, കഴിക്കാൻ ഭക്ഷണമില്ലാത്തവർ, ധരിക്കാൻ വസ്ത്രങ്ങളില്ലാത്ത പാവപ്പെട്ടവർ, ആ ദരിദ്രരോട് ഞാൻ എന്തു ചെയ്യും? അവരെൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അവരുടെ കടങ്ങൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കുമായിരുന്നു എന്ന് ആ മനുഷ്യൻ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കടം ആ മനുഷ്യ തിരിച്ചു കൊടുക്കാൻ ഗതിയില്ലാത്തവർക്ക് ആ കടത്തിന്റെ പേരിൽ അതങ്ങ് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തപ്പോ ഒരു നന്മയും ചെയ്യാത്ത മനുഷ്യൻ അല്ലാഹു സ്വർഗം കൊടുത്തു എന്ന ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിട്ടുവീഴ്ച ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം. സാവകാശം, കടമൊക്കെ ഗതികേട് കൊണ്ട്, വേറെ വഴിയില്ലാത്തത് കൊണ്ട് വന്ന് പൈസ വാങ്ങുന്നവരുണ്ട്. പക്ഷെ തിരിച്ചു തരാൻ അവർ പറയുന്ന സമയത്ത് കഴിയാതെ വരുമ്പോൾ, അവരുടെ കയ്യിൽ ഇല്ലാതെ വരുമ്പോൾ അവരെ വേദനിപ്പിക്കലല്ല. കഴിവിന്റെ പരമാവധി ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പകുതിയെങ്കിലും, അല്ലെങ്കിൽ സാവകാശമെങ്കിലും ആ പാപങ്ങൾക്ക് കൊടുക്കണമെന്നാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിക്കുന്നത്. അതിലൂടെ നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലെത്താൻ കഴിയുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കടക്കാരായി മരിച്ചു പോകുന്നവരെ തൊട്ട് അല്ലാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹക്കിടപാടുകളെല്ലാം തീർത്ത് സന്തോഷത്തോടെ പടച്ച റബ്ബിന്റെ സ്വർഗം കണ്ടുകൊണ്ട് സമാധാനത്തോടു മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, മാസങ്ങളായി ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ ഹദീസുകൾ കേൾക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ, പലരും തൻ്റെ ജീവിതത്തിൽ മാറ്റം വന്ന സംഭവങ്ങളൊക്കെ പറയാറുണ്ട്. അൽഹംദുലില്ലാ, ഉസ്താദെ ആ ദിക്ർ ഞാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയാതെ നമുക്കിത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുമ്പോഴാണ് ഇതുകൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടാകുന്നത്, നമുക്ക് നാളെ അല്ലാഹുവിൻ്റെ മുന്നിൽ രക്ഷപ്പെടാൻ കഴിയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാ, ഇത് പഠിക്കുകയും ജീവിതത്തിൽ ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ ദുഃഖത്തിൽ കഴിയുന്നവർ, അല്ലാഹു എല്ലാവർക്കും മനസ്സിന് സമാധാനം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കരുണക്കടലായ പടച്ചറബ് അറുത്തുമുറിക്കുന്ന മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു എന്നെയും നമ്മളെ എല്ലാവരെയും, അല്ലാഹു നമ്മുടെ കുടുംബങ്ങളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു എല്ലാവർക്കും നല്ലത്, സന്തോഷവും സമാധാനവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട ദുആയിൽ ഈ സാധുവിനെയും കുടുംബത്തെയും നിങ്ങൾ മറക്കാതെ നിങ്ങളുടെ കുടുംബത്തിലെ അംഗത്തിനെ പോലെ കരുതി എനിക്ക് ദുആ ചെയ്യണം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.